ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബാലചന്ദ്രൻ തൻ്റെ ഷോപ്പുകളെല്ലാം തുറക്കുന്നത്. ബാലചന്ദ്രന് പതിവ് പോലെ തന്നെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഷോപ്പ് തുറന്നതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ വരുമോ എന്നെല്ലാം. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അപ്പുറത്തെയും ഇപ്പുറത്തെയും ഷോപ്പിലെ ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ബാലചന്ദ്രനെ തെറ്റിദ്ധരിച്ചു. ബാലചന്ദ്രൻ മകൻ്റെ തെറ്റുകളെല്ലാം പൈസയുടെ പുറത്ത് മൂടിക്കളയുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം ധാരണ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്ത്. നാട്ടുകാരെല്ലാം പറയുന്നത് ബാലചന്ദ്രനെ അറിയാമായിരുന്നിട്ടും ഞങ്ങളൊക്കെ അല്പം വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് അന്ന് നാട്ടുകാരെല്ലാവരും ബാലചന്ദ്രൻ്റെ ഷോപ്പിന് നേരെയുണ്ടായ അതിക്രമങ്ങൾ തടയാൻ ഞങ്ങൾക്കൊന്നും കഴിയാതിരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നിങ്ങൾക്കെന്നെ, എനിക്കതിൽ സന്തോഷമുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകളെല്ലാം മാറിയതിന് ശേഷം അവർ പരസ്പരം സംസാരിച്ച് അവരവരുടേതായ ജോലിയിൽ ഏർപ്പെടുകയാണ്. അതേ സമയത്ത് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ശിവേട്ടൻ്റെ കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, എന്താണ് നമ്മുടെ വീട്ടിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അവിടെ അലീനയ്ക്ക് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നോ? ഞാൻ ശിവേട്ടനെ വിളിക്കാതിരുന്നതും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നതും ശിവേട്ടൻ ഇതിലും വലിയ ടെൻഷനിൽ നിൽക്കുകയാണല്ലോ എന്നോർത്തിട്ട് മാത്രമാണ്. ഇനിയും ഞാൻ എത്ര കാലമാണ് നിങ്ങളുടെ പെങ്ങളുടെ ഈ ഭ്രാന്തുകളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകേണ്ടത്? അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭയന്നിട്ടാണ് ഇത്രയും കാലമായിട്ടും അവളോട് ഒന്നും തുറന്ന് പറയാതിരിക്കുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നീങ്ങും തോറും അവൾ തലയിൽ കയറിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവച്ച് തന്നിരിക്കുന്നത്. എല്ലാ തെറ്റുകളും ഞാൻ പുറത്ത് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാതെ ഇരിക്കും തോറും അവളുടെ വേഷം കെട്ട് കൂടിക്കൂടി വരുന്നതല്ലാതെ ഒന്നിനും ഒരു കുറവില്ല. ശിവേട്ടൻ എന്തെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ? ശിവേട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നോട് ഇത്രമാത്രം ക്രൂരത നിങ്ങളെല്ലാവരും ചെയ്തിട്ടും ഞാൻ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ നാവിൽ നിന്നും ഇതെല്ലാം അവൾ അറിയുന്ന ആ നിമിഷം അവൾ എന്തെങ്കിലും ചെയ്ത് ചാവുകയോ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവുകയോ ചെയ്താൽ എന്നോടാരും ചോദിച്ചു വരാൻ നിൽക്കണ്ട. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, നീ ഇങ്ങനെ ഒരു അവിവേകവും കാണിക്കരുത്. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. അവളോട് പറയേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമുക്കെല്ലാം പറയാം. അതിന് അലീനയോട് ഇപ്പോഴുള്ള ആ ശത്രുത ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രമേ നമുക്കിതെന്തെങ്കിലും ഒന്ന് വിശദീകരിച്ച് പറയാൻ കഴിയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അല്ല ബാലചന്ദ്ര, ഞാൻ ഇന്ന് രാവിലെ കമല പറഞ്ഞപ്പോഴാണ് അലീനയുടെ വിവരങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. ഇപ്പോൾ എന്താണ് അവളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്ര പറയുന്നുണ്ട്, അവൾ ചെയ്ത പുണ്യം കൊണ്ടും അവളുടെ ആ മമ്മി വളർത്തിയ ആ ഒരു കരുണ കൊണ്ടും എല്ലാമാണ് ശിവേട്ട അവളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവൾക്ക് നേരെ എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം നടന്നിരിക്കുന്നത്. ബാലചന്ദ്ര, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഈ കാര്യത്തിൽ നിനക്കുമില്ലേ പിടിവാശികൾ? നിന്നോട് എത്ര വട്ടം ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ് അവളെ താൽക്കാലികം ആ വീട്ടിൽ നിന്നൊന്ന് മാറ്റി താമസിപ്പിക്കാൻ. നീ എന്താണ് അതിന് സമ്മതിക്കാതിരിക്കുന്നത്? നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നീ ഈ പറഞ്ഞ പോലെ ദൈവഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. നാളെ ഇതിലും വലുതാണ് സംഭവിക്കുന്നതെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ പോയ ആളെ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിനി പറയുന്നതെങ്കിലും നീ ഒരല്പം മനസ്സിലാക്ക്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്ക് നല്ല രീതിയിൽ തന്നെ അവളെ മാറ്റി നിർത്താം. പഴയ പോലെ ആരുമില്ല എന്നുള്ള തോന്നലിൽ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടൻ പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞു തരണമെന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ശിവേട്ടനെ അതിൻ്റേതായ സമയം വരുമ്പോൾ ഞാൻ വിളിച്ചറിയിച്ചോളാം. ഇപ്പോൾ ശിവേട്ടൻ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. എന്തായി രോഹിത്തിൻ്റെ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും നടപടി നോക്കുന്നുണ്ടോ? അതോ അവൻ തെറ്റ് ചെയ്തവനാണ് അവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ളതാണോ?
എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നാൾ അവിടെ കിടക്കട്ടെ എന്ന് തന്നെയാണ്. നാട്ടിലുള്ള ബാക്കിയുള്ള കുട്ടികൾക്കെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഒഴിഞ്ഞു മാറുന്ന പോലെ പറയുകയാണ് കേട്ടോ, എനിക്ക് വേറെ ഇവിടെ വർക്കുണ്ട് ബാലചന്ദ്ര, ഞാനിപ്പോൾ തൽക്കാലം കോള് കട്ട് ചെയ്യുകയാണ്, നിന്നെ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ ഒഴിഞ്ഞു മാറിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ മനുവും അലീനയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും കഴിഞ്ഞ ദിവസം മനു പറഞ്ഞു നിർത്തിയ കാര്യം തന്നെ അലീന വീണ്ടും ചോദിക്കുകയാണ്. മനുവേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനുവേട്ടൻ സത്യം പറയോ എന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചോദിച്ചാലും ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടുമില്ല, കള്ളം പറയണമെന്നും ആഗ്രഹിച്ചിട്ടുമില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ട, അച്ഛൻ എന്നെ എവിടേക്ക് മാറ്റി നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? മനുവേട്ടൻ പറഞ്ഞു എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും, അപ്പോൾ മാമച്ചൻ അങ്കിൾ വന്ന് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം എന്നെ അച്ഛൻ മറ്റൊരു സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അതെവിടേക്കാണെന്ന് എന്നോടൊന്ന് പറയുമോ? മനു അപ്പോൾ അലീനയോട് തമാശയ്ക്കെന്ന പോലെ പറയാണ് കേട്ടോ, എൻ്റെ കൈ തന്നെ, അല്ലാതെ ഇപ്പോൾ ആർക്കാ? എന്നേക്കാളും നിന്നെ ഏൽപ്പിക്കാൻ സുരക്ഷിതമായ കൈകൾ വേറെ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്കിളിന് ഇതുവരെയും തോന്നിയിട്ടില്ല, ഇനിയിപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അലീന ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മനുവേട്ടാ, തമാശ കളഞ്ഞിട്ട് കാര്യം പറ, എന്താണ് അങ്കിൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അലീനെ, നീ എന്നോട് പറഞ്ഞത് സത്യം പറയണമെന്നാണ്. അപ്പോൾ ഞാൻ സത്യം തന്നെ പറയണമല്ലോ. അങ്കിള് നിന്നെ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് അങ്കിള് തീരുമാനിച്ചിരിക്കുന്നത്. മനുവേട്ട, എന്താ ഈ പറയുന്നത്? അങ്ങനെ ഒരാൾ, എനിക്ക് അങ്ങനെ ഒരാളെ കാണണമെന്ന് ഇല്ല മനുവേട്ട. എൻ്റെ അച്ഛനായിട്ട് ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നത് അങ്കിളിനെയാണ്. അതിനപ്പുറത്തേക്ക് ഒരാളെ എനിക്ക് കാണണ്ട. വേണം അലീന, നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ നിൻ്റെ അമ്മയെ നീ കണ്ടുമുട്ടുന്നു ഇനി ഈ ജന്മത്തിൽ? അത് നടന്നില്ലേ? അപ്പോൾ പിന്നെ ഇതും നടക്കണ്ടേ? ഒരു വട്ടമെങ്കിലും നിനക്ക് ജന്മം തന്നായ അച്ഛനെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ? ഇല്ല മനുവേട്ടാ, അങ്ങനെ ഒരാളുണ്ടെന്നും അയാളുടെ പേരെന്താണെന്നും എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു രൂപം എനിക്കത് വേണ്ട. അപ്പം മനു ഒരു ഞെട്ടലോട് കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്നോട് ആര് പറഞ്ഞു തന്നു അങ്ങനെ ഒരാളുടെ പേര്? അത് അച്ഛൻ തന്നെ പറഞ്ഞതാ. അച്ഛൻ ഒരിക്കൽ എന്നോട് തമാശ രീതിയിലൊന്ന് ചോദിച്ചതാ, അലീന ബാലചന്ദ്രനെയാണോ അലീന സ്റ്റാൻലി ജോസഫിനെയാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ അന്നേ പറഞ്ഞതാ അച്ഛനോട്, അലീന ബാലചന്ദ്രനാണ് എനിക്ക് ചേർച്ച, എനിക്ക് മാച്ചെന്ന്. എനിക്ക് അങ്ങനെ തന്നെ മതി. നീ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞ് ഒപ്പിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിന്നോട് വാക്ക് മേടിച്ചത്, അങ്കിൾ എന്ത് പറഞ്ഞാലും നീ അത് അനുസരിക്കണമെന്ന്. ഇപ്പം നീയാണ് വാക്ക് മാറ്റുന്നത്. അപ്പം മനുവേട്ട, അച്ഛനത് തീരുമാനിച്ച കാര്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ എന്തിനാണ് അങ്ങനെ ഒരാളെ അന്വേഷിച്ച് പോണത്? അച്ഛന് തന്നെ അത് മോശമല്ലേ മനുവേട്ട? അച്ഛൻ ഇത്രയ്ക്കൊക്കെ സഹിച്ചില്ലേ? ഇനിയും അങ്ങനെ ഒരാളെ അത് വേണ്ടെന്ന് മനുവേട്ട പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പോൾ മനു പറയാണ്, അങ്ങനെ ഒരാളെ അങ്കിൾ അന്വേഷിച്ച് ഇനി പോകാനൊന്നുമില്ല എലീന. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കായിരുന്നു അങ്കിളിൻ്റെ കണ്ടെത്തലുകളും ചിന്തകളും. ഹരിയുടെയും രോഹിത്തിൻ്റെയും ഈ കേസൊക്കെ അതിനിടയിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നീയും നിൻ്റെ ആ ജന്മം തന്ന നീ പറഞ്ഞ നിൻ്റെ സ്റ്റാൻലി അച്ഛനും തമ്മിൽ കണ്ടുമുട്ടേണ്ട സമയം കടന്നു പോയിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു അലീന. പിന്നെ ഇപ്പോൾ ഇവിടെയാണെന്നുള്ള അറിവ് മാത്രമേ അങ്കിളിന് ഇല്ലാത്തുള്ളൂ. അതന്വേഷിക്കാൻ മാമച്ചായനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അങ്കിള്. അടുത്ത തന്നെ അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇനി സ്റ്റാൻലി അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും മാമച്ചായൻ്റെ വീട്ടിൽ നിന്നുള്ള നിൻ്റെ പോക്ക്. ഇങ്ങോട്ടേക്കൊരു വരവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അലീന, നിൻ്റെ അച്ഛൻ അവിടെ കൊണ്ടുപോയിട്ട് നിന്നെയല്ല ക്രിസ്ത്യൻ പയ്യന്മാർക്കും കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതും കൂടി പറഞ്ഞിട്ട് വേണം കേട്ടോ നീ പോകാൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടനെല്ലാം തമാശയാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ വല്ലതും മനുവേട്ടന് മനസ്സിലാവുന്നുണ്ടോ?
എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുക അലീന. ഇനിയും അല്ലെങ്കിൽ നീ അവിടെ നിൽക്കും തോറും നിനക്കിനി ഉപദ്രവങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ലതിനായിരിക്കും. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഇതിനൊരവസാനം സംഭവിക്കാൻ പോകുന്നത് ഞാനൊരു ചുരുക്കി പറഞ്ഞു തരാം നിനക്ക്. നീ ഇപ്പം എന്തായാലും വേറെ ഒരു പണിയൊന്നുമില്ലാണ്ട് വെറുതെ കിടക്കല്ലേ. നിന്നിപ്പോൾ മാമച്ചായം കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നിൻ്റെ സ്റ്റാൻലി അച്ഛൻ്റെ കൈകളിലേക്ക് നിൻ്റെ ബാലച്ചനെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്നും പിന്നെ ഒരു കല്യാണത്തോടു കൂടി ഈ കഥ സമാപിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അലീന അവിടെ ഇരുന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവരങ്ങനെ ഒരേന്ന് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വൈകുന്നേരമായപ്പോഴേക്കും അലീനയെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അലീനയെ കൊണ്ടുപോകാനായിട്ട് മാമച്ചായനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വരുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം തന്നെ അലീന പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം, നീ ഇപ്പോൾ തൽക്കാലം അവരെ കൂടെ പോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ നേരിട്ട് വന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. കൃഷ്ണമോളെങ്കിലും വളരെ വിഷമത്തോടു കൂടി തന്നെ യാത്ര അയക്കുകയാണ് കേട്ടോ. അപ്പോൾ മനുവും ബാലചന്ദ്രനും കൃഷ്ണയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും അവൾ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവന് തന്നെ ആപത്താണെന്നും കൃഷ്ണമോൾക്ക് പിന്നീട് തൻ്റെ ചേച്ചിയെ തിരിച്ച് കിട്ടില്ലെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ 4 ആളും കൂടി തിരിച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ബാലചന്ദ്രനും കൃഷ്ണമോളും നെടുമ്പുരയ്ക്കലേക്കും മനുവിൻ്റെ വീട്ടിലേക്കും പോവുകയാണ്. ബാലചന്ദ്രനും കൃഷ്ണമോളും വീട്ടിലെത്തിയ ഉടനെ തന്നെ വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി വന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോളോടേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ബാലചന്ദ്രനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. എന്തായിരിക്കും ബാലചന്ദ്രൻ്റെ മറുപടി എന്നറിയില്ലല്ലോ. എന്നാൽ വൈജയന്തി പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരുന്നു കൃഷ്ണമോളുടെയും പ്രതികരണം. കൃഷ്ണമോളോട് വന്നിട്ട്, എവിടെയാണ് നിൻ്റെ ചേച്ചിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നൊക്കെ നിൻ്റെ അച്ഛൻ ഫോണിൽ ആരോടോ പറയുന്നത് ഞാനിവിടെ ഇരുന്ന് കേട്ടിരുന്നല്ലോ. എന്തേ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരായിരുന്നില്ലേ ആ മാരണത്തിന്? ഇനി വല്ല മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചാലേ അതിന് അവസാനം ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുണ്ടോ ഒരു ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വീണ്ടും ഇങ്ങനെ ഓരോ അലീനയെ തന്നെ ഇങ്ങനെ കുത്തി ഒരു വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ആയപ്പോൾ കൃഷ്ണമോൾ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഒച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മയ്ക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? നിങ്ങളമ്മയെന്ന് വിളിക്കാൻ എനിക്ക് പോലും നാണക്കേട് തോന്നുകയാണ്. നിങ്ങളൊക്കെ ഒരമ്മയാണോ? നിങ്ങൾ 4 കുട്ടികളെ പ്രസവിച്ചതല്ലേ? അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ കേട്ടപ്പോൾ വൈജയന്തിക്ക് വല്ലാത്തൊരു ടെൻഷനായിട്ട് കൃഷ്ണമോളെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. 4 കുട്ടികളോ? എനിക്ക് നിങ്ങൾ 3 ആളല്ലേ ഇടിയുള്ളൂ. അതെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ച് നോക്കണം അത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങനെ തന്നെ അപ്സ്റ്റെയറിലോട്ട് കയറിപ്പോവാണ്. വൈജയന്തിക്ക് ആകെ ടെൻഷനായി. വൈജയന്തി ആകെ വെട്ടി വിയർക്കാൻ തുടങ്ങി. കൃഷ്ണമോൾ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന്, അതോ ഇനി തൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാണോ എന്നെല്ലാം ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്കിലും ഇതേ സമയത്ത് വീണ്ടും നിന്നിട്ട് നിക്കടി അവിടെ എന്ന് തിരിഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അമ്മക്ക് അറിയേണ്ടത്? എടി നിന്നോടാണ് ചോദിച്ചത് അവൾ എവിടേക്കാണ് പറഞ്ഞു വിട്ടതെന്ന്. എനിക്കറിയില്ല. അറിഞ്ഞാലും ഇനി അമ്മനോടത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അമ്മയ്ക്ക് ചോദിക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ അച്ഛനോട് പോയി ചോദിക്ക്, ഞാനൊന്ന് കാണട്ടെ. അമ്മ വളരെ വലിയ സാമർത്ഥ്യക്കാരിയല്ലേ, അച്ഛനോടത് ചോദിച്ചറിയാനുള്ള സാമർത്ഥ്യവും കൂടി ഉണ്ടോയെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്തേടി എനിക്ക് ചോദിച്ചാൽ? ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദുഷിച്ച സാധനത്തിന് എവിടേക്കാണ് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് അറിയാനുള്ള അധികാരം എന്തായാലും എനിക്ക് ഈ വീട്ടിലുണ്ട്. എന്തായാലും ഞാനൊന്ന് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, എനിക്ക് അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിലൊന്നും ഒരു വിഷമവും ഇല്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചതും അത് തന്നെയാണല്ലോ. നിങ്ങളാരും സമ്മതിച്ചിരുന്നില്ല. എങ്കിലും ഇതുകൊണ്ട് ഇങ്ങനൊരു ഉപകാരമെങ്കിലും ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാനൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേനും ആ ബബിത അത് ഒപ്പിച്ചു വെച്ചത് എന്തായാലും നന്നായി എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ ഇങ്ങനെ കുമ്പിട്ട് നിന്നിരുന്ന തല ഉയർത്തി അവളെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ബബിത പെട്ടിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ ആ നിമിഷം മാത്രമാണ് മനസ്സിലാക്കുന്നത്.
എന്നാൽ വൈജയന്തിക്കാണെങ്കിൽ താനിത് പറഞ്ഞും പോയി, ഇത്രയും ദിവസം ബബിതയെ ഇതിൽ പെടുത്തിയിട്ടുണ്ടായുമില്ല. ഇനിയും കേസും കാര്യങ്ങളിൽ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാലചന്ദ്രൻ ഇത് കേസാക്കായിരുന്നതെന്നൊക്കെ വൈജയന്തിക്ക് അറിയാം. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പെട്ടെന്നൊന്ന് സൈലൻ്റായിട്ട് വീണ്ടും അതേപോലെ ഒച്ചെടുക്കുന്നുണ്ട്. ബാലചന്ദ്രനോടാണ് ഞാൻ ചോദിച്ചത് അവൾ എവിടേക്കാണ് മാറ്റി നിർത്തിയതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്താന്ന് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്? നീ അതൊന്നുകൂടി എന്നോടൊന്ന് പറയാമോ? ഞാൻ എന്ത് പറഞ്ഞെന്ന്? ബാലചന്ദ്രനെ വിഷയത്തിൽ നിന്നൊന്നും മാറാൻ നിൽക്കണ്ട. ബാലചന്ദ്രൻ ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ആരാടി ഇവിടുത്തെ? നീ ചോദിക്കുന്നതിന് മാത്രം ഞാൻ മറുപടി പറയാൻ? നീ എന്ത് എന്നെ ഇവിടെ വേലക്ക് നിർത്തിയിരിക്കുന്നതോ? അതോ ഞാൻ ഈ വീട്ടിലെ പട്ടിയോ? നീ പറയുന്നതിന് മാത്രം മറുപടി പറയാനും നീ പറയുന്നത് മാത്രം അനുസരിക്കാനും? എങ്കിലേ നീ കാത് തുറന്നു വെച്ച് നല്ലോണം ഒന്ന് കേട്ടോ. എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല. ഇപ്പോൾ എന്ന് മാത്രമല്ല, ഞാൻ ഇനി ആരോട് പറഞ്ഞാലും നിന്നോട് പറയാനോട്ട് പോകുന്നുമില്ല. പിന്നെ ഇനി എൻ്റെ അടുത്ത ചോദ്യം, നീ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന്? അലീനയ്ക്ക് ആ പോയിസൺ കൊടുത്തത് ആരാണെന്ന്? നീയാണോ ബബിതയാണോ എന്ന്? ഇത്രയും ദിവസം നീ എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അല്ലേ? നീ കളിച്ച എല്ലാ നാടകങ്ങളും കണ്ട് അത് പൊട്ടനെ പോലെ വിശ്വസിച്ചു എന്നാണോ നീ വിചാരിച്ചത്? എങ്കിലേ നിനക്ക് തെറ്റി. ഈ വീട്ടിലിരിക്കുന്ന നിനക്കത് എങ്ങനെ എത്തിയെന്ന് ചോദിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എനിക്കതിൻ്റെ പിന്നിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമായിരുന്നു. എന്നിട്ടാവാമെന്ന് കരുതി മാത്രമാണ്. എങ്കിലും ഇപ്പോൾ നിൻ്റെ നാവിൽ നിന്ന് തന്നെ വന്നല്ലോ. അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഓടി മുകളിലേക്ക് കയറാണ് കേട്ടോ. മുകളിൽ ചെല്ലുമ്പോൾ ബബിതയുടെ റൂം പകുതി ലോക്ക് ചെയ്യാതെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതേ സമയത്ത് ബബിത ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബബിത എന്ന് വിളിച്ച് അകത്തേക്ക് കയറി ബാലചന്ദ്രൻ ബബിതയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങിച്ച് താഴേക്ക് ഒരൊറ്റയേറ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി ഞാൻ ഈ കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എന്താ കേട്ടതെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തിനാ എൻ്റെ ഫോൺ തല്ലിപ്പൊളിച്ചത് എന്ന് ബബിതയും വളരെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നിൻ്റെ ഫോണാണ് തല്ലിപ്പൊളിച്ചത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നതിന് എനിക്ക് കറക്റ്റ് മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് തല്ലി ഞാൻ പൊളിക്കും. അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. ആരാടി അലീനയ്ക്ക് ആ വേഷം കലക്കി കൊടുത്തത്? എനിക്കെങ്ങനെ അറിയാനാ? ഞാനാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ അവളുടെ കാര്യമൊന്നും അന്വേഷിക്കാനും പോകുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ്റെ പിന്നാലെ തന്നെ വൈജയന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സമ്മതിച്ചതല്ലേ അത് ഞാനാണെന്ന്. പിന്നെ നിങ്ങളെന്തിനാണ് അവളോട് ഒച്ചെടുക്കുന്നത്? എന്നോട് നീ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വൈജയുടെ നേരെ തിരിയാണ്. എന്നിട്ട് ബബിതനോട് ചോദിക്കുന്നുണ്ട്, ബബിതേ, നീ ഞാൻ ചോദിക്കുന്നതിന് എനിക്കിപ്പോൾ ഉത്തരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് പോലീസായിരിക്കും. ഞാൻ ഒരു നാണക്കേടും വിചാരിക്കില്ല. നിനക്കെതിരെ പോയി ഞാൻ കൊടുത്തിരിക്കും. നീ എന്നോട് സത്യം പറഞ്ഞോ ബബിതേ? അപ്പോൾ പോലീസിൽ കേസൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബബിതയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ ചെയ്തത്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനൊന്നുമല്ല. അതെനിക്കറിയായിരുന്നു നിൻ്റെ അമ്മ പഠിപ്പിക്കുന്ന എല്ലാ പഠിപ്പുമാണെന്ന്. അതെല്ലാം ഞങ്ങൾ ഒരിക്കൽ കണ്ടതുമാണല്ലോ നിൻ്റെ പഠിപ്പ്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഒരു കൂസലും ഇല്ലാണ്ട് പറയണം കേട്ടില്ലേ അവളെന്ന് പറഞ്ഞിട്ട് അവളെ മൂത്തുക്കിട്ട് എന്നെ ഒരൊറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അടിയുടെ ആഘാതത്തിൽ അവൾ അവിടെ നിന്നോടത്ത് നിന്ന് കട്ടിലിലേക്ക് തന്നെ വീഴാണ്. അവിടെ ഇങ്ങനെ മുഖം പൊത്തി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓടി വന്ന് വൈജയന്തി അവളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ അലറുന്നുണ്ട്. അവിടെ നിന്ന് അവളുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ബാലചന്ദ്രൻ എണീപ്പിച്ച് നിർത്തിയിട്ട് ബബിതയോട് പറയുന്നുണ്ട്, ഇനി മേലാൽ നീ അലീനയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടുന്നോ, അലീനയെ ഒരു നോട്ടം കൊണ്ട് പോലും നീ വേദനിപ്പിച്ചെന്നോ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവസാനിക്കും നിൻ്റെ ഈ വീട്ടിലെ പൊറുതി. അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വൈജയോടും പറയുന്നുണ്ട്, വൈജയ്, എനിക്കൊരു നിർബന്ധമില്ല നീ ഇനി ഈ വീട്ടിൽ നിൽക്കണമെന്ന്. നാളേക്ക് നാളെ നിനക്കും നിൻ്റെ മകൾക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇറങ്ങിപ്പോകാം.
എന്നെയും എൻ്റെ മക്കളുടെയും കാര്യം ആലോചിച്ചോ, പിന്നീട് അത് പറഞ്ഞ് ഈ വീട്ടിൽ കാല് ചവിട്ടാനോ ഞാൻ സമ്മതിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ പതനം തുടങ്ങിയെന്ന് തന്നെ നീ വിചാരിച്ചോ. നിനക്കിനി ഓരോ നിമിഷവും നിൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നീ പടുകുഴിയിലേക്ക് വീഴുന്നത് കാണുന്നത് വരെ ബാലചന്ദ്രൻ ആ കളി കളിച്ചിരിക്കും. അത് താങ്ങാനും നേരിടാനുമുള്ള ശക്തി തരണേന്ന് നീ ഏതെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. താഴെ സോഫയിൽ ചെന്നിരുന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്, അലീനയുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട്. ബാലചന്ദ്രൻ ഒരു സമാധാനമില്ല. അലീനയെ എന്താ ഇനി ചെയ്യുക, അലീനയോട് എന്താണ് ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നാൽ താൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ആലോചിച്ച്. അപ്പം ഇതേ സമയത്ത് തന്നെ മാമച്ചായൻ്റെ കോള് വരുന്നുണ്ട്. മാമച്ചായൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്ര, നമ്മൾ വിചാരിച്ച കാര്യത്തിലേക്ക് ഏകദേശം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റാൻലി എന്ന് പറയുന്ന ആളുടെ പഴയ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയിരുന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആൾ അത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. കാരണം നമ്മളാരും ഈ ആളെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് കണ്ടു വച്ചിരിക്കുന്ന ആളെടുത്ത് പോയിട്ട് അലീനയുടെ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പിടിച്ച് തല്ലില്ലേ ബാലചന്ദ്ര. ബാലചന്ദ്രൻ്റെ ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ചെയ്യുന്ന രീതിയിൽ മാമച്ചായൻ തമാശ രൂപേണയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മാമച്ചായൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടാൻ എന്താ ഇപ്പോൾ ഒരു മാർഗം? എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ മാമച്ചായ, എന്നിട്ട് ഞാൻ തിരിച്ച് വിളിച്ചോളാം. ബാലചന്ദ്രൻ കുറേ സമയത്തിന് ശേഷം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഫോൺ എടുത്ത് ശിവേട്ടനെ തന്നെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടനോട് പറയുന്നത്, ശിവേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അറിഞ്ഞു ബാലചന്ദ്ര, ഞാൻ എന്തെന്നാണ് നിന്നോട് വിളിച്ച് ചോദിക്കേണ്ടത്. ഞങ്ങളുടെ പെങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ നീ ഇത്രയും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്ന നിന്നോട് ഇതിൽ കൂടുതൽ നിന്നെ വിളിക്കാനോ സമാധാനിപ്പിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ശിവനാണ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ ശിവേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ശിവേട്ട. അവൾ കുറച്ച് ദിവസം അവൾ അനിയത്തിക്കുട്ടിയുടെ കൂടെ നിൽക്കട്ടെ. എല്ലാം കൊണ്ടും അവളുടെ മനസ്സൊന്ന് ക്ലിയർ ആവും രേവതിക്കുട്ടിയുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ. അതെന്തായാലും നന്നായി ബാലചന്ദ്ര. എത്രയെന്ന് വെച്ചിട്ടാണ് അവളിതെല്ലാം സഹിക്കുന്നത്? ഞാൻ വിചാരിച്ചത് നീ ഇനി വൈജയോടുള്ള വാശിക്ക് ആ കുട്ടിയെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്നിടുന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് അത് ഈ പീഡനങ്ങളൊക്കെ സഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു അന്ത്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശിവേട്ടനെ വിളിച്ചത്. ശിവേട്ട, ഞാൻ അവളുടെ അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ശിവേട്ടനൊന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ വേണോ ബാലചന്ദ്ര? അതൊക്കെ ഇനി വല്ലാത്തൊരു മോശം അവസ്ഥയിലേക്കല്ലേ പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് മോശം അവസ്ഥ ശിവേട്ട? ഞാൻ അറിഞ്ഞതിലപ്പുറം ഇനി ആരെയാണ് പേടിക്കാനുള്ളത്? എന്തായാലും ഇത്രയൊക്കെ വന്നില്ലേ, ഇനി അങ്ങനെ ഒരാളെയും കൂടിയും കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്ക് എനിക്കൊരു തീരുമാനം എടുക്കാൻ. അതിന് എനിക്ക് അവനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരമൊന്നുമില്ല. പിന്നെ അവൻ്റെ പഴയ അഡ്രസ്സുകളൊക്കെ നമുക്കറിയുള്ളൂ. അയ്യോ ശിവേട്ടൻ ഒരുപാടൊന്നും ബുദ്ധിമുട്ടണ്ട. നിങ്ങളുടെ കയ്യിൽ പഴയ ആൽബമോ നിങ്ങൾ ഒരുമിച്ചുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോയോ, അങ്ങനെ ഒരു ഫോട്ടോ കിട്ടാൻ മാത്രം എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടംപോലെ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഞാൻ അതൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ശിവേട്ടൻ പറയുകയാണ്, ബാലചന്ദ്ര, ഫോട്ടോ ഒരെണ്ണം കാണണം. പഴയ ഒരു ആൽബത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആർമിയിൽ ഒരു പാർട്ടിക്കെടുത്ത ഒരു ഫോട്ടോയാണ്. പഴയ ഫോട്ടോയാണ്. ഇപ്പോൾ ആളെങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ആ പഴയ ഫോട്ടോ മാത്രം മതി.
അത് വെച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ എന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എല്ലാം നല്ല രീതിക്ക് നടക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വഴിക്ക് തന്നെ നീ കാര്യങ്ങൾ ചെയ്തോ, എന്തായാലും ഞാൻ ആ ഫോട്ടോ വാട്സപ്പ് ചെയ്തേക്കാം എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ കോള് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റിനകം തന്നെ സ്റ്റാൻലിയുടെ ഫോട്ടോ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വരികയാണ് കേട്ടോ. ബാലചന്ദ്രൻ അത് ഓപ്പൺ ചെയ്ത് നോക്കി. ബാലചന്ദ്രൻ പെട്ടെന്നൊരു നെടുവീർപ്പോടു കൂടി തന്നെ ആ ഫോട്ടോ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം മാമച്ചായനെ ആ ഫോട്ടോ സെൻഡ് ചെയ്യാണ്. എന്നിട്ട് മാമച്ചായനെ വിളിച്ച് പറയുന്നുണ്ട്, മാമച്ചായ നമ്മൾ വിചാരിച്ച പോലെ മാമച്ചായൻ പറഞ്ഞ പോലെ ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, മാമച്ചായന് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, മാമച്ചായൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എന്നെ ഉടനെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാമച്ചായന് കോള് കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ മാമച്ചായൻ അന്വേഷിച്ച് വെച്ച ആൾക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആൾ തിരിച്ച് വിളിക്കുകയാണ് മാമച്ചായനോട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആൾ, ആർമി ഓഫീസറായിരുന്നു, ഇപ്പോൾ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ഇവിടെ നാട്ടിൽ തന്നെയുണ്ടെന്നൊക്കെ പറഞ്ഞ് മാമച്ചായന് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട്. മാമച്ചായനും ഗ്രേസും ആൻറ്റിയും കൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നതും ബാലചന്ദ്രനെ വിളിക്കുന്നതും. രേവതിക്കുട്ടിയോടോ അലീനയോടോ ഇവരിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം തന്നെ മാമച്ചായൻ വിളിച്ചിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കാൻ പോവുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച ആൾ ഇത് തന്നെയാണ്, ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അഡ്രസ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ നേരിട്ട് പോയി സംസാരിക്കുകയാണോ, എന്താണ് വേണ്ടതെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മാമച്ചായ നാളെ ഞാനും മനുവും കൂടി എറണാകുളത്തേക്ക് വരാം, നമുക്ക് 3 ആൾക്കും കൂടി പോയി ഒന്ന് കണ്ട് സംസാരിക്കണം, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, പെട്ടെന്ന് ചെന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ പ്രതികരണമെന്നും എനിക്കറിയില്ല, എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, നമുക്ക് ഈ കളിയും കൂടി ഒന്ന് കളിച്ച് നോക്കാം മാമച്ചായ. മനുവും ബാലചന്ദ്രനും മാമച്ചായനും കൂടി സ്റ്റാൻലിയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോയായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.